നമസ്കാരം. കേരളത്തിലെ മുഖ്യമന്ത്രി നിർണയ ചർച്ചകൾക്കായി ഡൽഹിയിലെത്തിയ സംസ്ഥാന നേതാക്കളെ ഹൈക്കമാൻഡ് കടുത്ത ഭാഷയിൽ വിമർശിച്ചത് അച്ചടക്കത്തിന്റെ അനിവാര്യതയിൽ. ഡൽഹി കേരള ഹൌസിൽ വെച്ച് വി.ഡി. സതീശൻ അനുകൂലികൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ അസഭ്യം പറഞ്ഞ സംഭവം രാഹുൽ ഗാന്ധിയെ ചൊടിപ്പിച്ചു. ഇതൊന്നും അംഗീകരിക്കാനാവില്ലെന്ന് സതീശന്റെ മുഖത്തു നോക്കി രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയതോടെ മുഖ്യമന്ത്രി ചർച്ചകൾ അച്ചടക്ക നടപടിയുടെ നിഴലിലായി. തന്നെ ഇഷ്ടമുള്ള തീരുമാനമാകും പ്രഖ്യാപിക്കുകയെന്നും അനാവശ്യ സമ്മർദ്ദതന്ത്രങ്ങൾ ചെലവാകില്ലെന്നും രാഹുൽ ഗാന്ധി നേതാക്കളെ അറിയിച്ചു. KPCC അധ്യക്ഷനെ പരസ്യമായി അധിക്ഷേപിച്ചവർ കോൺഗ്രസുകാരല്ല എന്നും അത്തരക്കാരെ പാർട്ടിക്ക് ആവശ്യമില്ലെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. സതീശനായി പ്രകടനം നടത്തുന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ MSFന്റെ സാന്നിധ്യമുണ്ടായതും VDക്ക് വലിയ തിരിച്ചടിയായി. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഇതര സംഘടനകളെ തെരുവിലിറക്കി സമ്മർദ്ദം ചെലുത്തുന്നത് ഗൗരവകരമായ അച്ചടക്ക ലംഘനമായാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത്. അതിനിടെ MSF ഔദ്യോഗികമായി എത്തിയതല്ലെന്ന് നേതൃത്വം വിശദീകരിച്ചിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടന്ന 3 മണിക്കൂർ നീണ്ട ചർച്ചയിലുടനീളം അച്ചടക്കത്തിനാണ് മുൻതൂക്കം ലഭിച്ചത്. പാർട്ടിയിൽ ആർക്കും ആരെയും അസഭ്യം പറയാമെന്ന അവസ്ഥ അനുവദിക്കില്ലെന്ന് ഖർഗെ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെയും KC വേണുഗോപാലിന്റെയും ഫ്ലക്സുകൾ കീറിയതും സതീശനെ അനുകൂലിച്ച് നടന്ന അക്രമാസക്തമായ പ്രകടനങ്ങളും രാഹുൽ ഗാന്ധിയെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ കഷ്ടപ്പെട്ട് നേടിയ വിജയത്തെ നേതാക്കളുടെ കസേരകളിലൂടെ നശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം താക്കീത് നൽകി. സതീശൻ അനുകൂലികൾ നടത്തിയ പ്രകടനങ്ങളെ രാഹുൽ ഗാന്ധി വിചാരണ ചെയ്തതോടെ ചർച്ചകളിൽ സതീശൻ പ്രതിരോധത്തിലായി. മുതിർന്ന നേതാക്കളെയും പാർട്ടി സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പെയ്ഡ് സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളെക്കുറിച്ചും ഹൈക്കമാൻഡിന് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് എനിക്ക് ഇഷ്ടമുള്ള തീരുമാനമെടുക്കും, അത് എല്ലാവരും അംഗീകരിക്കേണ്ടി വരുമെന്ന് രാഹുൽ കർശനമായി പറഞ്ഞത്. ഡൽഹിയിലെ സ്വീകരണ പരിപാടികളിൽ MSF പ്രവർത്തകർ സതീശനു വേണ്ടി മുദ്രാവാക്യം വിളിച്ചത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ വലിയ അമർഷത്തിന് കാരണമായിട്ടുണ്ട്. സ്വന്തം പാർട്ടിക്കാരെ അസഭ്യം പറയുന്നവരെ നിയന്ത്രിക്കാൻ കഴിയാത്തവർ എങ്ങനെ ഒരു സംസ്ഥാനത്തെ നയിക്കുമെന്ന ചോദ്യവും ചർച്ചകളിൽ ഉയർന്നു. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും മാന്യമായ രീതിയിൽ ചർച്ചകളിൽ പങ്കെടുത്തപ്പോൾ സതീശൻ അനുകൂലികളുടെ തെരുവ് യുദ്ധം അദ്ദേഹത്തിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചു. മുഖ്യമന്ത്രി പ്രഖ്യാപനം പിന്നീട് നടത്തുമെന്നറിയിച്ച ഹൈക്കമാൻഡ് ഇന്ന് രാത്രിക്ക് മുൻപ് എല്ലാ ഫ്ലെക്സ് ബോർഡുകളും നീക്കം ചെയ്യാൻ കർശന നിർദ്ദേശം നൽകി. നേതാക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അത് പാർട്ടിയെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് മാറരുതെന്ന് ദീപാദാസ് മുൻഷിയും പറഞ്ഞു. അച്ചടക്കം ലംഘിക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്നും ഖർഗെ ആവർത്തിച്ചു. കേരളത്തിലെ ഓരോ MLA-മാരുടെയും അഭിപ്രായം ഹൈക്കമാൻഡ് പ്രത്യേകം ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ തെരുവിലെ പ്രകടനങ്ങളും അധിക്ഷേപങ്ങളും കണക്കിലെടുത്ത് ഹൈക്കമാൻഡ് സ്വന്തം നിലയിലാകും അന്തിമ തീരുമാനമെടുക്കുക. രാഹുൽ ഗാന്ധിയുടെ കർക്കശ നിലപാട് സതീശൻ പക്ഷത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി കസേരയ്ക്കായി ഏതറ്റം വരെയും പോകാമെന്ന് ചില നേതാക്കളുടെ വ്യാമോഹത്തിനാണ് ഡൽഹിയിൽ തിരിച്ചടിയായത്. വി.ഡി. സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവർ സംയുക്തമായ വാർത്താസമ്മേളനം നടത്തി അണികളോട് ശാന്തരാകാൻ ആവശ്യപ്പെട്ടത് ഹൈക്കമാൻഡിന്റെ ഡ്രസ്സിംഗ് റൂം പ്രയോഗത്തിന് ശേഷമാണ്. തന്റെ പേരിൽ ഇനി ആരും പ്രകടനം നടത്തരുതെന്നും ഫ്ലെക്സ് വെക്കരുതെന്നും സതീശന് തന്നെ പറയേണ്ടി വന്നതും ഈ സാഹചര്യത്തിലാണ്.